ഇപ്പൊ പോണം. എങ്ങോട്ട്? രാവിലെ തന്നെ പത്രം കിട്ടിയപ്പോ ഞാൻ വായിച്ചു. അത് ഓടി വന്നാ ഇതിനുള്ളിൽ ഒന്ന് നോക്കി ആനയെ കൊടുക്കാനുള്ള പരിധം കിട്ടിയ ഉടനെ ഇതേക്ക് ഓടി പോന്നാണ് ഞാൻ. വേഗം പോയി ഷർട്ടടി. അറിഞ്ഞ ശരിക്കും ഉടനെ പോണെന്ന്. ഇപ്പഴാ പോയി ഷർട്ടടി. നിന്റെ അച്ഛൻ ഒന്നും പറഞ്ഞില്ല. നേരല്ല ഷർട്ട് കയ്യിൽ ഗൗരവം മനസ്സിലാവില്ല. നീ ആരുടെ കാര്യം പറയണേ? നിന്റെ അച്ഛൻ ചത്ത കാര്യമല്ല പറഞ്ഞത്, ആനേനെ വാങ്ങണ കാര്യ. ഇയാളെ ആരുടെ മറ്റേ നോക്കിയാണോ? പറഞ്ഞ പകിട്ടൊന്നും ഞാനക്കില്ല. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കച്ചവടത്തിന് വന്നാലേ തർക്കിക്കുന്നില്ല. ഞങ്ങളൊരു തുക അങ്ങോട്ട് തരും, അത് സന്തോഷമായിട്ട് സ്വീകരിക്കാം. ഇപ്പൊ നേരെ ആ കാശ് കൊടുക്കും. ഇയാൾ എന്ത് പൂരം കേട്ടാ നിൽക്കണ്ടേ? ആ കാശ് കൊടുക്കുന്നു. പിന്നെ എന്റെ ബ്രോക്കറേജ് അത് നിങ്ങളുടെ ഇഷ്ടം. ഇതാ 29,000 ഉറുപ്പ്യുണ്ട്. ഇത് സന്തോഷമായിട്ട് സ്വീകരിക്കാം. ഈ തുകയ്ക്ക് നടക്കില്ല. ये दाम को दे देंगे क्या? वो बहुत कम हो गया. अच्छा, ഈ വിലക്ക് കിട്ടില്ല. നിങ്ങൾ പോയിക്കോ. സർക്കാരിൽ നിന്ന് ലോൺ എടുത്ത കാശാണ്. സർക്കാരിന്റെ കാര്യത്തിന് ഇവിടെ പറയുന്നത്. ആനയെ കൊണ്ടുപോയി കാണിച്ചില്ലെങ്കിൽ ഞാൻ അകത്താവും. പാവം ഉള്ളേ പോകുമ്പായി. ഇതിന് സമ്മതിക്കും സാറേ. അതെ. ഏയ്, അത് ശരിയാകില്ല. എന്റെ കയ്യിൽ ഇനിയുള്ളത് 240 ഉറുപ്പ്യ 50 പൈസ. ഇതങ്ങോട്ട് വാങ്ങും സാറേ. വാങ്ങിക്കൂ സാറേ. പാവം കുടുംബം പോറ്റുന്ന മനുഷ്യനാ. ശരി, കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾ ലോൺ എടുത്തെന്നൊക്കെ പറയുന്നതുകൊണ്ടാ സമ്മതിക്കുന്നത്. ബൈ. നമസ്തേ. ഇതിന്റെ ഒരു കോലം കണ്ടില്ലേ? വെള്ളം കണ്ടിട്ട് നാള് കുറെ ആയിന്ന് തോന്നണേ. പാടി ബാ. ആനയെ വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ രാഘവൻ നായർ ആനയെ വാങ്ങി തന്നിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ചാലും കുറഞ്ഞ വിലക്ക് ആനയെ കിട്ടിയോ? എന്റെ രാഘവൻ നായരെ, ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ഇത് നല്ല ഐശ്വര്യമുള്ള ആനയാണ് അയ്യപ്പൻ നായരെ. ഇനി നിങ്ങൾക്ക് വെച്ചടി കയറ്റാണ്. ഇതിനൊന്ന് കുളിപ്പിച്ച് മനുഷ്യക്കോലാക്കണമെങ്കിൽ ദിവസം കുറെ പിടിക്കും. എന്തിനാ മനുഷ്യക്കോലാക്കണ്? അത് ആനയുടെ കോലത്തിൽ തന്നെ നോട്ടെ. താൻ അവിടെ ഇരുന്ന് പ്രസംഗിക്കാണ്ട് ഒന്ന് തേച്ച് തന്നെ. അതൊന്നും എന്റെ വളിപ്പെട്ടതല്ല. ചീപ്പ് റേറ്റിന് ഒരു ആനേനെ മേടിച്ചത് ഇത് തേച്ചു തരാന്. അതൊക്കെ പാപ്പാമാരെ വളിപ്പെട്ടതാ. പാപ്പാനാ? വേഗം തേച്ചൂടിയേ. ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ആളെ വിട്ടിരിക്ക. ആനയെ കുളിപ്പിച്ച് ഞങ്ങൾ ഉടനെ എത്തുമെന്നും പറഞ്ഞിട്ട്. പരശുരാമ ചെയ്തോളൂ. പരശുരാമ കർമ്മം ചെയ്യൂ. അർത്ഥേന്ദ്ര നിമിഷം പരാഗപറ്റം ഏവം ധൂർധൂരവേവം കാന്തിയേവം അർത്ഥേന്ദു ബിംബം സുഖസുപ്തിരാമം ഏവം ഇവം വിനായകം പ്രീതിം പ്രാപ്തിപരാഹം ഏവം വർണ്ണോ. എല്ലാവരും ഒതുങ്ങിയേക്ക്. ഇങ്ങനെ തിങ്ങി കൂടി ആനയ്ക്ക് കാറ്റിട്ടുണ്ട്. നമ്മൾ വാങ്ങിയ ആനയല്ലേ? നിങ്ങളല്ലേ പറയണത്? അച്ഛാ, ഈ ആന ആണാണോ പെണ്ണാണോ? ഇത് പിടിയാനേ മോളെ. ആണാണെങ്കിൽ കൊമ്പ് കാണില്ലേ? ഇത് കൊമ്പല്ലേ അച്ഛാ? ഇത് പല്ല. എല്ലാ പിടിയാനകൾക്കും ഇതുപോലെ ഉണ്ടാവും. കൊമ്പനാനയാണെങ്കിൽ വലിയ കൊമ്പുണ്ടാവും. ഇവളുടെ പേരെന്താ അച്ഛാ? അയ്യോ, അച്ഛൻ അത് ചോദിച്ചില്ലോ മോളെ. നമുക്ക് പുതിയ പേരിട്ടളയാം. അത് തന്നെ. നോക്കൂ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. മരിച്ചുപോയ എന്റെ അമ്മയുടെ പേരിടാം, നാരായണി അമ്മന്ന്. ആരെ കാണുമ്പോഴെങ്കിലും എനിക്ക് എന്റെ അമ്മയൊന്നും ഓർക്കാലോ. അതൊക്കെ പഴഞ്ച പേരല്ലേ? നമുക്ക് നല്ലൊരു പേരിടാം അല്ലേ അച്ഛാ? മോള് എന്നൊരു നല്ല പേര് പറ. ഡിംപിൾ കപാടിയ. പറ്റൂടോ? അതൊന്നും ആനക്ക് പറ്റിയ പേരല്ലാന്ന്. വേറെ വല്ലതും ഉണ്ട്? രതി അഗ്നിഹോത്രി. എന്തുഹോത്രി? രതി അഗ്നിഹോത്രി എന്ന്. ഇപ്പൊ നേരത്തെ വല്ലതും മനസ്സിലായോ? വല്ല കുഴപ്പമുണ്ടാവും തോന്നുന്നത്. അച്ഛൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ വൃത്തിയായിട്ട ഭാഷയൊക്കെ പറയുന്നേ. തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേർക്ക് പറയാൻ പറ്റിയ ഭാഷയാണ്. ചേച്ചി, എന്റെ ഒരു നല്ലൊരു പേരുണ്ട്, മിസ് ഫമീല. നല്ല പേര്. നല്ല പേരുകളെല്ലാം പറയാം. മനുഷ്യനും ഇവിടെ നിന്നോട്ടോ. മോളെ, നിനക്ക് ഞാൻ എന്ത് പേര് ഇടണ്ടേ? നോക്കൂ, ഞാനൊരു പേര് പറയട്ടെ. എന്നാ പറ. ശ്രീവിദ്യ. എന്താ? ശ്രീവിദ്യ. ശ്രീവിദ്യ. സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ ആനയ്ക്ക് പറ്റിയ പേര് തന്നെ, ശ്രീവിദ്യ. ചേച്ചി, നല്ല പേര്, സമ്മതിച്ചിരിക്കുന്നു.
ഞാനും ആ പേര് പറയണമെന്ന് എന്നെ വിചാരിച്ചില്ല. നോക്കൂ നോക്കൂ. നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ? എന്റെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കട്ടാ. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തൊലക്കി. അച്ഛാ, ഇത് എന്ത് പറ്റി അച്ഛാ? എനിക്കൊന്നും അറിയില്ല മോളെ. ആനയെ ഇടത്തിയാനെ, ആനയെ വലത്തിയാനെ. എന്റെ പൊന്നാനെ, നീ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയൂ. ഇതിപ്പോ ഈ ആന പൊട്ടിയാണോ? നിന്റെ കരിനാക്കൊണ്ടൊന്നും പറയല്ല മാധവി. നോക്കൂ നോക്കൂ. അപ്പൊ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ? ഈ ആന എന്താ ഒന്നും അനുസരിക്കാത്തെ? എനിക്കൊന്നും അറിയില്ല. ആന മുഖം വീർപ്പിച്ച് നിക്കണ കണ്ടാ തോന്നും ഞാൻ ഏതാണ്ട് ആനയുടെ 10-25,000 രൂപ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത പോലെയാണ്. അതൊന്നും അല്ലെന്നേ, നാട്ടുകാരുടെ കണ്ണായിരിക്കും. അത് ഈ ആന ഒന്നും അനുസരിക്കാത്തെ. ഒരനക്കമില്ലാണ്ട് നിക്കണ കണ്ടില്ലേ? ഇങ്ങനെയുണ്ടോ ഒരാന? ഇനിയിപ്പോ സ്ഥലം മാറ്റി തളച്ചുകൊണ്ടായിരിക്കോ? ഏയ്, അതും അല്ലെന്നേ. പിന്നെ ഞാൻ പറയട്ടെ? പറയടി. പറയട്ടെ? പറയാൻ പറഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുവാണെങ്കിൽ ഇപ്പൊ പറയാൻ മനസ്സില്ല. അങ്ങോട്ട് ചെല്ലു. ആ. കല്യാണം കഴിഞ്ഞ് അന്നോട്ടുള്ളത് അതൊക്കെ വേണ്ട. ഉം. ഇനി വേണ്ട. ഉം, ഉം. ആഹാ. ആ. ഉം. മാധവി പറയടി. അസൂയക്കാരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ആനയെ മേടിക്കാൻ പോണൂന്ന് പറഞ്ഞപ്പോഴേ ആ കിഴക്കയിലെ ദേവയാനിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലണ്ടായി. ആ നരകത്തിന് എനിക്ക് പണ്ടേ അറിയാം. മോള് ശരിയാ, തള്ളയും ശരിയാ. ഓ, പിന്നെ ഹാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് ആ വെളിച്ചപ്പാടിനെ ഒന്ന് കൊണ്ടുവന്നാലോ? അമ്മേ, ദേവി, മഹാമായേ, മഹാമായേ, ഭഗവതി, അമ്മേ, മഹാമായേ, വാനെ, ആനെ വരാൻ, വാനെ, ഇങ്ങോട്ട് വരാൻ. അതെ, എന്തോ കുഴപ്പമുണ്ട്. ഇന്ന് തന്നെ ഗണപതി കോവിലിൽ ഒരാനരൂപം നേർന്നേക്ക്. 1 മാസത്തിനകം എല്ലാം ശരിയാവും. 1 മാസം? അതെ, എന്തോ കുഴപ്പമുണ്ട്. ആശാനെ, കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. എന്ത് കണ്ടുപിടിച്ചു? ആനയ്ക്ക് മലയാളം അറിഞ്ഞൂടാത്തോണ്ടാ ഹിന്ദിയിൽ പറഞ്ഞു നോക്കാൻ മാനേജർ പറഞ്ഞു. ഏത് മാനേജർ? സർക്കസിലെ മാനേജർ. വിളിച്ച പടം അങ്ങോട്ട് മാറിയിരുന്നട്ടെ. ഹിന്ദി ആനയാവേ? അവിടെ ഹിന്ദി വാക്കുകൾ കുറിച്ച് തന്നിട്ടുണ്ട്. അഗത് എന്ന് പറഞ്ഞ ആന ഇങ്ങോട്ട് വരും. എന്തോന്ന്? അഗത് ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ. എന്താ പരിശ്രമ? അകത്ത്. ആ ആ, വിദ്യേ, അഗത്, അകത്ത് അകത്ത് അഗത്, വിദ്യ അകത്ത്. അയ്യോ, ആന വരുന്നു. കണ്ടാ? കണ്ടാ? ഞാൻ പറഞ്ഞില്ലേ? അയ്യോ, കണ്ടാ? മോളെ. എന്റെ വിദ്യ അകത്ത്. എന്റെ ഉമ്മ. താങ്ക് യു. ഹലോ, ആനയുടെ ഓണർ അല്ലേ ഇവിടെ? ദാ നിൽക്കണു. പാപ്പാനല്ല ചോദിച്ചത്, ഇതിന്റെ ഓണർ മുതലാളി. മുതലാളി രണ്ടും ഞാൻ തന്നെയാ. ഓ, I see 2 in 1. ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരികയാണ്. ഞാൻ സരോജ് നായർ, ഇത് മിസ്റ്റർ ശങ്കർജി ചാത്തനാട്. ഹലോ. നിങ്ങൾ പുതിയ ആനയെ വാങ്ങിയെന്നറിഞ്ഞു. പുതിയ ആനയൊന്നല്ല, അല്ല, ഈ മൃഗസംരക്ഷണത്തെ കുറിച്ച് വല്ലതും അറിയാമോ? കുറേശ്ശെ അറിയാം. ആഹാ, 21 കൊല്ലം പാപ്പാനായിരുന്നു. അതുകൊണ്ടായില്ല. മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റഡി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആനയുടെ ഭക്ഷണം, താമസം, സുഖ സൗകര്യങ്ങൾ എന്നിവയെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾ വന്നത്. ആന ഒരു സാധാരണ മൃഗമല്ല. മനുഷ്യനേക്കാൾ ബുദ്ധിയും നന്ദിയും കൂർമ്മതയുള്ള ഒരു വൻ മൃഗമാണ് ആന. ശങ്കർജി, ആ ലിസ്റ്റ് തരൂ. ഇത് ആനയ്ക്ക് കൊടുക്കേണ്ട മെനു ആണ്, അതായത് ഡെയിലി കൊടുക്കേണ്ട ഫുഡ്. ഇതൊന്ന് വായിച്ചു കേൾപ്പിക്കും മിസ്റ്റർ ശങ്കർ. പനമ്പട്ട 150, ഓലമടല് 100, Yeah. ചോറ് 25 കിലോ, റാഗി 25 കിലോ, Exactly. ശർക്കര 25 കിലോ, പഴം 100 എണ്ണം, That's all. കരിമ്പ് 50 കിലോ, ശുദ്ധജലം 150 ലിറ്റേഴ്സ്, Yeah. വൈറ്റമിൻ ഗുളിയ 25 വീതം 2 നേരം. ഇറ്റ്സ് ഓക്കെ. You understand? ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാനുള്ള കാശുണ്ടെങ്കിൽ ഒരാനയെ കൂടെ വാങ്ങിക്കാമല്ലോ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
ആനയ്ക്ക് മദ്യം കൊടുത്തു പോരുത്. അതിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്ക് എപ്പോഴും മദ്യപിക്കേണ്ട ഒരു ടെൻഡൻസി ഉണ്ടാവും. മദ്യം കഴിച്ച് ശീലിച്ചിട്ടുള്ള ആന മദ്യം കിട്ടാതെ വന്നിട്ട് പല ചാരായ ഷോപ്പുകളും ബാറുകളും കയ്യേറി മദ്യപിച്ചിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മദ്യത്തിന്റെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. യു മസ്റ്റ് ബി കെയർഫുൾ. ഈ വക കാര്യങ്ങളിൽ നിങ്ങൾ സ്ത്രീകളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വരട്ടെ, നന്ദി, വീണ്ടും കാണാം. ആ, ആനയ്ക്ക് എന്താ പേരിട്ടിരിക്കുന്നത്? ശ്രീവിദ്യ. ഓ, സ്വീറ്റ് നെയിം. വിദ്യ. See you. Bye. Bye. അയ്യടാ, ഭർത്താക്കന്മാര് കുടിക്കാതിരിക്കാൻ ഭാര്യമാര് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്ന പോലെയാ. ആന കുടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം പോലും. അയ്യോ, ചേട്ടാ ചേട്ടാ, എന്താടാ ചേട്ടനെ അന്വേഷിച്ച് അയ്യപ്പൻ ആനയായിട്ട് വന്നിരിക്കുന്നു. ആനയാ? എന്തിനാ പറയെടുക്കാനാ? ഓ, പറയെടുക്കാനൊന്നും അല്ല, എന്നെ കാണാനാ. അല്ലേ, നിന്നെ കാണാ പാനി വന്നു തുടങ്ങിയ? എന്തു പറഞ്ഞാലും ഒരു എന്താ അയ്യപ്പൻ നായരെ, ഇതാണോ ആന? അതെ സാർ, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലോക്ക് ഓഫീസറെ കാണിച്ചോ? കാണിച്ചു. തഹസിൽദാർ സാറിനെ കാണിക്കാൻ പറഞ്ഞു. പെണ്ണാനയാണെന്നാണല്ലോ സർട്ടിഫിക്കറ്റ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എന്താ അതിന് കൊമ്പ്? ഇത് കൊമ്പല്ല സാറേ, പല്ല. പിടിയാനക്ക് ഇതുപോലെ ഉണ്ടാവും. ഓ, അത് ശരി. ഇത് നമ്മുടെ കറുത്തേടത്തെ ജോർജ് കുട്ടിയുടെ ഇടംപല്ല് പോലെ ഉണ്ടല്ലോ. എന്റെ ഈശ്വര, എല്ലാം പോയില്ലോ. അമ്മച്ചൊന്നും മിണ്ടാതെ അകത്തേക്ക് പോണ്ടോ? അത് കൊള്ളാലോ, നീ ഇപ്പൊ തഹസിൽദാര് കളിക്കണാ? എടാ, നീ തഹസിൽദാര് ആവണേന് മുമ്പ് നീ എന്റെ മോനായിരുന്നു. നിന്റെ അപ്പം തോമാച്ചനുണ്ടല്ലോ, അയാളെ വരെ ഞാൻ വില വെച്ചിട്ടില്ല. പിന്നല്ലേ നീ ഒരു തഹസിൽദാര് കളി? ഒന്ന് പോടാ അവിടുന്ന്. പിന്നെ എന്താ ചെയ്യാ, ഞാൻ പോട്ടെ. വാ 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 വിദ്യേ. നല്ല ആളാണ്. ഞാൻ നിങ്ങൾ അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു മൃഗാസ്പത്രി പോയിന്ന്, അവിടെ ചെന്നപ്പോ പറഞ്ഞു ബ്ലോക്ക് ഓഫീസിൽ പോയിന്ന്, അവിടെ ചെന്നപ്പോ പറഞ്ഞു തഹസിൽദാരെ കാണാൻ പോയിന്ന്. നിങ്ങൾ എവിടെയായിരുന്നു? ഒന്നും പറയണ്ട എന്റെ രാഘവൻ നായരെ. ഞാൻ ഇതിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിക്കുന്ന കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയൂ. ഇതേ കണ്ടോ, ഇങ്ങോട്ട് വലത്തിയാനേ കണ്ട, ഇങ്ങോട്ട് ഇടത്തിയാനേ കണ്ടോളുന്നു. അവളുടെ അമ്മേനെ അവിടെ കുഴിച്ചിട്ടുണ്ട് ആ പുഴയില്. ഞാൻ ഇതിനൊന്ന് അടിച്ച് നേരെ നമ്മുടെ മമ്മൂരിയുടെ മില്ലില് തടി പിടിക്കാൻ ഒരു ആനനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എവിടൊക്കെ ക്യാൻവാസ് ചെയ്യണ്ടെന്ന് അറിയാം നിങ്ങൾ? ഈ ഭാഷ അറിയാത്ത ആനയെ കൊണ്ട് ഞാൻ എങ്ങനെയാ തടി പിടിപ്പിക്കുക? സാരില്ല ഇപ്പൊ നേരെ ആംഗ്യം കാണിച്ചാ മതി, അതനുസരിച്ചോളും. ഏത് നാട്ടിലും ഏത് ഭാഷയിലും ആംഗ്യമൊക്കെ ഒന്നല്ലേ, ശരിയല്ലേ? അതെന്താ അയ്യപ്പൻ നായരെ, നിങ്ങൾ ആനേനെ വാങ്ങിട്ട് നമ്മളെ അറിയിക്കാഞ്ഞത്? ആ ആന ചൂണ്ടി പറഞ്ഞിട്ടാ നമ്മളെ പറഞ്ഞത്. ഈ തടിയൊക്കെ ആ മില്ലിനടുത്തേക്ക് വലിച്ചിടിക്കും. ഇവിടെ വരാൻ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. ഇതെന്താ മരം വലിച്ചിടാൻ പറഞ്ഞിട്ട് മേലെ കയറി നിൽക്കണേ? വലിച്ചിടാനേ, മരം വലിച്ചിടാനേ നീ, വലിച്ചിടാനേ നീ, മരം വലിച്ചിടാനേ, വലിച്ചിടാൻ. എന്താ ഇത്? നീ എന്ത് കഥയായി കാണിക്കണേ? സർക്കസ് എവിടെ? എടി ഒറ്റക്കാലം നിന്ന വീഴുന്ന്. ഇങ്ങോട്ട് വരാൻ. ദേ പൊക്കണു മറ്റേ കാലും. ചോ, ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വാ. ഇതിപ്പോ എന്തിനാ ഇരിക്കണേ? നിന്നിട്ട് കാല് കഴിച്ച ഇടി. ഇതെന്നെ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങിയേക്കാന്നാ തോന്നണേ. വലിയൊരു കാണുണ്ടോ ഈശ്വര? ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞില്ലേ? എന്റെ അമ്മോ, ഇതെന്താ ഈ കാണിക്കണേ? തലയ്ക്ക് ഭ്രാന്തി പിടിച്ചിട്ടുണ്ടാവോ? ബായെ മൂടെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിയാൻ. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ.
വായേമൂട്. അയ്യോ വായേ മൂടല്ല ബായേ മൂട്. നോക്കൂ നോക്കൂ, ആ വിദ്വാമാഷ് പറഞ്ഞിരുന്ന പോലെ പറയൂ. വായ മൂടെന്ന് പറഞ്ഞ ആന എങ്ങനെ വാ മൂടി നിന്നാ പിന്നെ ഡോക്ടറെ വിളിക്കാൻ നടക്കണ്ടേ? ദാ, ദാ, ദാ. വായേ മൂട്. ബാ. ആ വായേമൂട്. അയ്യോ, നമ്മൾ ജയിച്ചു. അയ്യോ, മതി. ദായേ മൂടെന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിയുക. പറയൂ പറയൂ പറയൂ. ദായേമൂട്. ആ, അയ്യോ, 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 മതി മതി മതി. ആ, ജയിച്ചു, മതി. ആകെ ചെല്ലെന്ന് പറഞ്ഞാൽ മുന്നോട്ട് നടക്കുക. ആ. പീച്ചേ ചെല്ലെന്ന് പറഞ്ഞാൽ പുറകോട്ട് നടക്കുക. ആ, പറയൂ പറയൂ. ആകെ ചെൽ. ആ. പിച്ചാ. ആ, പിച്ചാത്തിയല്ല, പീച്ച പീച്ച. എന്തോ വിദ്വാമാഷേ? പീച്ചേ ചെൽ. ആ, അത് തന്നെ. പീച്ചേ ചെൽ. ഇതൊന്ന് പിടിച്ചേ. നിന്റെ വേല എന്റെ അടുക്ക വേണ്ട. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. തരാലോ. മാഷ് ഇനി എന്ത് ചോദിക്കുകയാണെങ്കിലും ഹിന്ദിയിൽ ചോദിച്ചാൽ മതി. അതന്നെ. അപ്പൊ ഞങ്ങൾക്ക് വേഗം ഹിന്ദി പഠിക്കാലോ. ഏക് ഗ്ലാസ് പാനി പിലാവോ. ഏക് പന്നി അയ്യോ, ഏക് ഗിലാസ് പാനി ലാവോ. പന്നിയല്ല, പത്നി. മാത്രമല്ല ഏക് പത്നി എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ എന്നാ. ഇങ്ങനെ പറഞ്ഞാൽ വേറെയും ഭാര്യമാരുണ്ടെന്ന് അർത്ഥം വരും. എന്റെ ഭാര്യ എന്ന് പറയുന്നതിന് മേരാ പത്നി എന്ന് പറയണം. എന്റെ പൊന്നു വിദ്വാമാഷേ, അത് ഇങ്ങേരുടെ സ്വഭാവാ. ആനയും കൊണ്ട് നടക്കുന്ന കാലത്തെ പോകുന്നിടത്തൊക്കെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. ബസ് ബസ്. മാഷെ, ഈ വിവരമില്ലാത്തവൾ എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ? ഉല്ലുക്കപ്പട്ട. ഉല്ലുക്കപ്പട്ട. ദഹ്നെ മൂട് ആകെ ചൽ. വിദ്വാമാഷേ, ദുഷ്ടൻ എന്നുള്ളതിന് ഹിന്ദിയിൽ എങ്ങനെയാ പറയാ? ദുഷ്. ദുഷ്. മാഷെ, ഹിന്ദി പഠിപ്പിച്ചു തന്നതിന് പകരം മാഷക്ക് ഞാൻ ഈ പാപ്പാമ്പണി പഠിപ്പിച്ചു തരാം. ഒരു വിദ്യ പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെ. ഉദാഹരണത്തിന് ഇവളൊന്ന് ഇടഞ്ഞാ തന്നെ. മാഷെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായന ചുടരുത്. അല്ലാതെ തന്നെ ഞാൻ ഇവളെ കൊണ്ടു നടക്കാൻ കഷ്ടപ്പെടുക. ആവോ. ഞാനൊരു മണ്ടൻ. ആശാനെ പോലെ ആനയെ നേരെ ചൊവ്വേ നോക്കുന്ന പാപ്പാമാരുടെ ആനകൾ ഇടയുന്ന പ്രശ്നമേ ഇല്ല. ആവോ. സത്യം പറയാമല്ലോ, അയ്യപ്പനാശാനെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു പാപ്പാനാശാനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന് ആൾക്കാര് പറയണേ. ആശാന്റെ ബന്ധുവിന്റെ മോളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കുട്ടിയെ നോക്കുപോലും ചെയ്യില്ലായിരുന്നു. കളിച്ച് കളിച്ച് പരശുരാമൻ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ കയറി അപ്പൊ കൈ വെച്ചിരിക്കുന്നത്. സുപ്രഭാത് രാഘുബായ്. പാവം ഹിന്ദി അറിയില്ല. ഇനി ഇവരൊക്കെ എപ്പോഴാ ഹിന്ദി പഠിക്കാൻ പോണയാവോ? വേണ്ട വേണ്ട, ഇപ്പൊ നേരെ നമുക്കിട്ട് വേണ്ട. നമ്മളിതൊക്കെ കൊറേ കണ്ടതാ. ബോലോനാ ബോലോ. ഹിന്ദി നഹി മാലൂ. ഉല്ലുക്കപ്പട്ട. പരശുരാമ, ഇതൊന്ന് പിടി. ഇവളോ തിമിരക്ക കൂടാതെ തമിഴ്. ನಿಮ್ದ ಆಟ ನಮ್ನ ಹತ್ರ ಬೇಡ ನಾಯರೆ. ಕನ್ನಡ. ನಾದಕ್ಕೆ ಗರ್ವ ಚುಪ್ಪಾಕಿ ತಲ್ಸಂಡಿ ತೆಲುಗು. ಬಟ್ ದ Pride goes before a fall. യെസ് അണ്ടർസ്റ്റാൻഡ് യു. ഞങ്ങൾ അല്ലേ? വേറൊന്നില്ലേ പറയാൻ? ഒന്നുമില്ല. നായരെ, നിങ്ങൾക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾക്ക് പല ഭാഷ അറിയാം. പക്ഷെ ഇതൊന്നും കൊട്ടി കോഴിച്ച് കഴുത്തിന് മയക്കും കെട്ടി വിളിച്ചു പറഞ്ഞ് നടക്കാറില്ല. കമോൺ. Correct. കള്ളം. നിന്റെ മുഖം കണ്ടാ തന്നെ അറിയാം ഇപ്പൊ കാർത്തി നിന്റെ കസ്റ്റഡിയിലാണെന്ന്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ ഒറ്റ ഒരുത്തം പറഞ്ഞതുകൊണ്ടാ പറഞ്ഞ മുണ്ടും എടുത്ത് കുറിയും തൊട്ട് കോമാളി വേഷം കിട്ടി ഞാൻ അവിടെ വന്നത്. ഇനി അതാണോ കുഴപ്പമായെന്നുള്ളതാണ് എന്റെ സംശയം. മനസ്സിലായില്ല? ആ പെണ്ണിന്റെ മനസ്സ് ഒരു പിടിയും കിട്ടുന്നില്ലെന്ന്. ഈ പെണ്ണിന്റെ മനസ്സും വർഷകാലത്തെ കാറ്റ് ഒരുപോലാണെന്ന് ഹിന്ദിയിൽ ഒരു പാട്ടുണ്ട്. തൽക്കാലം ഓർമ്മ വരുന്നു. ഏതായാലും കുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? കുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്ന്. ആ അപ്പൊ പകുതി ജോലി കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം, ആ തന്തയും തള്ളയും തൽക്കാലം നിന്റെ മനസ്സിൽ പറയണ്ട. അറിഞ്ഞാൽ അവര് നിന്റെ ചീട്ട് കീറും. പോടാ അവിടുന്ന്. ധൈര്യവും ചങ്കുറപ്പുള്ളതുകൊണ്ടാ ഞാൻ പ്രേമിക്കാൻ ഇറങ്ങിയത്. जब प्यार किया तो डरना क्या, जब प्यार किया तो डरना क्या, जब प्यार किया तो डरना क्या.